യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവരനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ളതായി അനുഗ്രഹം. ദൈവം മോഹപക്ഷക്കാരനല്ല. ശുശ്രൂഷകളിൽ വ്യത്യാസം കണ്ടേക്കാം. ചിലരെ അവൻ അപ്പോസ്തലന്മാരും ചിലരെ അവൻ പ്രവാചകരും, അങ്ങനെ ചിലർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. എന്നാൽ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ, ഞാൻ അല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർത്തിരിക്കുക. ദൈവരാജ്യത്തിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് എ ബ്ലെസ്സിങ്. അപ്പോൾ ഇൻഹെറിറ്റൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഹെറിറ്റൻസാണ് നിത്യജീവൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശു മുഖാന്തരം ജാതികൾക്ക് വേണ്ടി, ആ വേദഭാഗം ഞാൻ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ആൻഡ് ദാറ്റ് ദ ബ്ലെസ്സിങ് ഓഫ് എബ്രഹാം might come upon the Gentiles in Christ Jesus, that we may receive the promise of the Spirit by faith. Now, അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നാണ്, ബഹുവചനമല്ല, അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം ജാതികളായ നമുക്ക് വന്നിരിക്കുന്നു. അതൊരു ഇൻഹെറിറ്റൻസ്. ഈ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, അത് ദൈവം ന്യായപ്രമാണവും പ്രവാചകന്മാർ കൂടാതെയുള്ള നീതി എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ന്യായപ്രമാണം കൂടാതെയുള്ള ഒരു നീതി അൺവെയിൽ ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് എവ്രി വൺ വിൽ ബി ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ എന്തായിരുന്നു അനുഗ്രഹം? തനിക്ക് പിതാവിൻ്റെ എല്ലാം, ഹി വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. എൻ്റെ കൂട്ടുകാരനെന്നാണ് ദൈവം വിശേഷിപ്പിച്ചത്. എൻ്റെ കൂട്ടുകാരനാകാനുള്ള കാര്യം എന്നാ? ദൈവം തന്നെ തൻ്റെ വിശ്വാസത്തെ നീതിയായി എണ്ണി. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ വലിയ ജാതിയാക്കി, അബ്രഹാമിനെ ബഹുസമ്പന്നനാക്കി, അബ്രഹാമിനെ പല അനുഗ്രഹങ്ങളായിരുന്നു. ആ അനുഗ്രഹങ്ങളുടെ മൂല അനുഗ്രഹം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ബ്ലെസ്സിങ് വാസ് ബീയിങ് റൈച്ചസ്. അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന നീതി ക്രിസ്തു യേശു മുഖാന്തരം നമ്മുടെ മേൽ വന്നതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ് ഞാൻ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അത് ഊന്നത്രേ. ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട്. എന്നാൽ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ക്രിസ്തു യേശുവിലായാൽ ഓട്ടോമാറ്റിക് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഈസ് ഫ്രീലി. അതാണ് വേദപുസ്തകത്തിൻ്റെ എല്ലാ കാര്യം പറഞ്ഞു വന്നിട്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, വാട്ട് മോർ ക്യാൻ വി സേ? അങ്ങനെയാണ് ഇത് ഞങ്ങൾ എന്നാ വാസ്തവത്തിൽ സാരാംശത്തിൽ പറയേണ്ടത്? ദൈവം തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ദാനമായി തന്നെങ്കിൽ അവനോട് കൂടെ സകലതും സൗജന്യമായി തരത്തില്ലയോ? സോ ദി എസൻസ് ഇസ് ഇറ്റേണൽ ലൈഫ്, ദറ്റ് വി ആർ റൈച്ചസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ തന്നെ അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മൾ വിളിക്കട്ടെ. അതാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോവാം. നോട്ട് റിട്ടേണിങ് ഈവിൾ ഫോർ ഈവിൾ ഓർ റിവൈലിംഗ് ഫോർ റിവൈലിംഗ്, ബട്ട് ഓൺ ദ കോൺട്രറി ബ്ലെസ്സിങ്, നോയിങ് ദാറ്റ് യു ആർ കോൾഡ് ടു ദിസ്, ദാറ്റ് യു മേ ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ, അനുഗ്രഹം കാണാനും കേൾക്കാനുമല്ല, അനുഭവിക്കാനാണ്. ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ തിരുവചനത്തിനകത്തുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളും അനുഭവിക്കുക. ഉയർച്ച, സാമ്പത്തിക നേട്ടം, ആരോഗ്യം, തലമുറയുടെ അനുഗ്രഹം. അപ്പോൾ തന്നെ അകത്ത് നിത്യജീവനുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ നിത്യജീവൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. എന്നാൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ ചിലരിൽ നിന്നും എവേഡ് ചെയ്യുന്നതായിട്ട്, അപ്പോൾ അവർ പറയുന്നത് എനിക്കെന്നാ ഇത് കിട്ടാത്തത്, എനിക്കെന്നാ സംഭവിക്കാത്തത്? അതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്പർ 1 is I take this Bible to be an ordinary book.
ഞാൻ ഈ ബൈബിളൊക്കെ വായിക്കുന്നത് ഒരു മതഗ്രന്ഥം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്, എന്നോടല്ല, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഉദാഹരണത്തിന്, അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. അവൻ നമ്മെ, അപ്പോൾ ആ നമ്മെ എന്നുള്ള പറയുന്നത് പകരമായി പേഴ്സണലൈസ് ചെയ്യണം. അവൻ എന്നെ ഇരുട്ടിൻ്റെ അധികാരം, ഒന്ന് പറയാം എന്നോട് കൂടെ, യേശു എന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, ഒന്നുകൂടെ പറയാമോ, എന്നെ യേശു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ എന്നെ ആക്കി. ദിസ് ഈസ് എ സെറ്റിൽഡ് ഫാക്റ്റ്, ഇറ്റ് ഈസ് എ ലീഗൽ ഫാക്റ്റ്. ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇരുട്ട അധികാരം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻ, ഭയം, അങ്ങനെ ഇരുട്ടിൻ്റെ അവിടെ നിന്ന് മുഴുവൻ കർത്താവിനെ വിടുവിച്ചിരിക്കുക. അവൻ പിന്നെ ഭയം എന്ത് ചെയ്യേ, കൺഫ്യൂഷൻസ് വരത്തില്ല, വരും. കാര്യം നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പം നമ്മുടെ സെൻസസ് എപ്പോഴും അതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ അത് വരുമ്പം തന്നെ അകത്തെ മനുഷ്യൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് പറയും, നോ, ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. അതാണ് പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ധനം ഞങ്ങളുടെ അകത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിപ്പോകത്തില്ല. ഉപദ്രവം സഹിക്കുന്നുണ്ട്, അത് റിയാലിറ്റിയാണ്. പക്ഷേ അകത്തെ മനുഷ്യൻ പറയും, എങ്കിലും ഇടുങ്ങിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ ഭയം വരുമോ? വരും. പക്ഷേ ഉടനെ അകത്തെ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറയും, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും. സോ ഈ ബൈബിൾ അല്ലെങ്കിൽ ഈ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് യു ഷുഡ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഇത് ദൈവശ്വാസ്യമാണ്, ദൈവം എന്നോട് പറഞ്ഞത്. മാത്രമല്ല ദൈവവചനം ഇങ്ങനെ പറയുന്നത്, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് നിവർത്തിപ്പിക്കാൻ ഉറ്റി നോക്കി നിൽക്കുക. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഐക്യപ്പെട്ട വചനം അതിൻ്റെ കാര്യം നിവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. സോ ബിലീവ് വൺ തിങ്, ദറ്റ് ദിസ് വേർഡ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് വെൻ യു സ്പീക്ക് ദറ്റ് വേർഡ്, വെൻ യു ബിലീവ് ദറ്റ് വേർഡ്, മിറക്കിൾസ് വിൽ ഹാപ്പൻ. അങ്ങനെ ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിന് അതിനെ പ്രാവർത്തികമാക്കണം. അതാ യാക്കോബിൻ്റെ ലേഖനത്തിൽ, അല്ലെങ്കിൽ യേശു പോലും പറഞ്ഞത്, നിങ്ങൾ വചനം കേട്ടവർ മാത്രമല്ല, അത് ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ് ദാൻ ഹിയറേഴ്സ്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഇറ്റ് ഷുഡ് ട്രിഗർ സംതിങ് ഇൻസൈഡ്. ഇത് കേൾക്കുക മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങണം. എൻ്റെ സാഹചര്യങ്ങളിൽ ആ വചനത്തെ അയച്ചത് സാഹചര്യങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞാൽ, യൂസ് ദ വേർഡ് ആൻഡ് ചേഞ്ച് യുവർ സിറ്റുവേഷൻ. അതാ ഈ ബൈബിൾ വായിക്കണം, വാഗ്ദത്തങ്ങൾ വായിക്കുന്നത് ശ്രവിക്കണം. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ടിട്ട് ഓക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പോവല്ല, ആ വചനത്തെ ഉപയോഗിക്കണം. എൻ്റെ അകത്തിരിക്കുന്ന യേശുവും കേൾക്കുന്ന നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ പറഞ്ഞാൽ നടക്കുന്നത് നിങ്ങൾ പറഞ്ഞാലും നടക്കും. The Christ who has come inside you is the hope we have, and the hope of a glorious God living inside of you. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, there are some attitudes that God wants from us. And this is the eternal law that has been spoken by God. Law എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിനെ കുറിച്ചല്ല, ദൈവം ചിലത് പറഞ്ഞെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അങ്ങനെ യേശുക്രിസ്തു തന്നെ ഒരു മനോഭാവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, വീണ്ടും ഞാൻ പറയാം, യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിപ്പെൻഡ് യുവർ ഓൾട്ടിറ്റ്യൂഡ്. നിങ്ങൾ എത്രമാത്രം ഉയരണമെന്ന് നമ്മുടെ മനോഭാവം തന്നെ, മനോഭാവത്തിലുള്ള ഒരു ചേഞ്ച്, അതിന് നമ്മളുടെ ശ്രമിക്കണം, അതിനെ ഉത്സാഹിപ്പിക്കണം. മനോഭാവത്തെക്കുറിച്ച് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞ ഒരു അധ്യായമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ 5-ാമത്തെ വാക്യം യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശപ്പെടും. സൗമ്യത പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നെഗളം, നമ്മൾ ആരോ ആണെന്നുള്ളൊരു തോന്നൽ, അതിനെ ഇടിക്കേണ്ട ചുമതല നമ്മളെ തന്നെയാണ്. നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും, ഭൂമിയിൽ അവർ ഉന്നതന്മാരാകും. ഭൂമി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ അവർ വാഴും. വാസ്തവത്തിൽ ക്രിസ്തു യേശുവിലുള്ള ഒരു വാഴ്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത്.
നൗ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, നീതിക്കായി വ്യസന്നും ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. ഒരു ദാഹം, ഒരു വ്യഗ്രത, കർത്താവേ ഐ വോണ്ട് ടു അച്ചീവ് ഫോർ ദ കിങ്ഡം. ചിലരൊക്കെ എൻ്റെ മിനിസ്ട്രിയുടെ ആദ്യകാലങ്ങളിലും എൻ്റെ കയ്യാൽ വലിയ അത്ഭുതം നടക്കണം, ഞാനപ്പം പ്രശസ്തനാകും, അതിനുവേണ്ടി അനോയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ പുറകെ നടക്കുക, കൈ വെപ്പിക്കുക, ഏതാണ്ട് ആ കൈ വെച്ചത് കൊണ്ട് ഏതാണ്ട് സംഭവിക്കുന്ന. പക്ഷേ മനോഭാവം എൻ്റെ പേര് ഉയർത്താനാണോ ഇത്? അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. പിന്നീടത് മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്ന് വലിയ സമാധാനം വന്നു. രണ്ട്, ദൈവരാജ്യത്തിന് ഉദകതമായ, ദൈവരാജ്യത്തിന് പറ്റിയ രീതിയിൽ നടക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം കൃപ തന്നു. ഒരു അത്ഭുതം നടക്കുന്നത് ദൈവരാജ്യത്തിന് മഹത്വമായി തീരണം. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ പേര് അവിടെ ശരിയാകണോ, അല്ലെങ്കിൽ എൻ്റെ കുറച്ചുകൂടെ വാതിൽ അതുകൊണ്ട് തുറക്കുന്നതെന്നുള്ള മനോഭാവത്തിലൂടെ പോയാൽ ഒന്നും നടക്കത്തില്ല. ലോകത്തിലെ മുഴുവൻ അഭിഷക്തരും നമ്മുടെ തലയെ കൈവച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം വന്നേ പറ്റത്തുള്ളൂ. അതിലൊന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ് യേശുക്രിസ്തു പറഞ്ഞത്, സൗമ്യത. ഈ സൗമ്യതയെക്കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 5:5, 1 പത്രോസ് 5:5, 1 പത്രോസ് 5:5 ഞാൻ വായിക്കാം. വായിക്കപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന പത്രോസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നടന്ന പത്രോസ്, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. യേശുവിനെ തള്ളി പറഞ്ഞെങ്കിലും, യേശുവിനെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഊതി എന്ന് പറഞ്ഞ ശേഷവും പിന്മാറ്റത്തിൽ മറ്റ് ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയ പാർട്ടിയാണെങ്കിലും തനിക്ക് കർത്താവിനോട് ഒരു ഹൃദയത്തിലൊരു സ്നേഹമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, നമ്മൾ പലരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ആ സ്നേഹം നമ്മളോട് മാത്രമല്ല, നമ്മുടെ മക്കളോടും ആ സ്നേഹം കാണിക്കുമ്പോൾ ഇറ്റ്സ് സച്ച് എ ജോയ് ഫോർ അസ്. എന്തൊരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം റോണക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത് മോൻ്റെ പപ്പ കാരണമാണ്, മോനും അതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞ് ആ മോനോട് ഇൻട്രസ്റ്റ് കാണിക്കുകയും മോനെ ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് റിലീഫ് ഫോർ അസ്. ഞാൻ ഓർക്കുക, പത്രോസ് അവിടെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത്, വാസ്തവത്തിൽ പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു പോവുക. തന്നോടുള്ള സ്നേഹത്തെ ഇനിയും കാണിക്കേണ്ടത് തൻ്റെ ആടുകളോടാണ്. അതുകൊണ്ട് ചോദിക്കുക, നീ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, എന്നാൽ ഇനി ആടുകളെ നോക്കണം, ഞാൻ പോവുക. ആ സൗമ്യതയെക്കുറിച്ച് പത്രോസ് ഇങ്ങനെ എഴുതുക. 1 പത്രോസ് 5-ാം അധ്യായം ഇടയന്മാർക്കുള്ള വാക്കുകളിന് ശേഷം 5-ാം അധ്യായം, ലൈക്ക്വൈസ് യു യങ്ങർ പീപ്പിൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ എൽഡേഴ്സ്, ബി സബ്മിസീവ് ടു വൺ അനദർ, ക്ലോത്ത്ഡ് വിത്ത് ഹ്യൂമിലിറ്റി. ക്ലോത്ത്ഡ് വിത്ത് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചില അനുഭവത്തിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ താഴുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ കാരണമായതെന്ന് പറഞ്ഞ് അവിടെ തല ഉയർത്തി നിൽക്കാൻ ജഡം നമ്മളോട് പറയുമ്പോൾ കർത്താവ് ദാനമായി തന്ന പലതും ഓർത്ത് നമ്മൾ അവിടെ നിന്ന് മാറണം, സബ്മിറ്റ് ചെയ്യണം, താഴണം, സൗമ്യത അവിടെ ഉണ്ടാകണം. പത്രോസിൽ പറയാണ്, യൗവനക്കാരെ നിങ്ങളുടെ മൂപ്പന്മാരെ എൽഡേഴ്സിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. എന്നിട്ട് പത്രോസ് അതിനകത്ത് പറയാം, ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ, ദ മീക്ക്. വാസ്തവത്തിൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടിയായി, അല്ലെങ്കിൽ മറുപടിയായിട്ടല്ല, വാട്ട് ക്യാൻ വി ഗിവ് ഹിം ബാക്ക്?
അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതുവാണ്, വാക്ക് വർതി ഓഫ് ഹിം ഹു ഹാസ് കോൾഡ് യു ഇൻ ഓൾ മീക്ക്നെസ്. അതാ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ആൻഡ് prisoner of the Lord beseech you, walk worthy of the calling which you are called, in with all lowliness, gentleness, long suffering, bearing with one another. സൗമ്യമായി. എന്തിനാ ഈ സൗമ്യത? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ യേശുവിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ അങ്ങനെ യേശുക്രിസ്തു പോലും ദൈവത്തിന് സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിൻ്റെ മരണത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമായി താൻ മരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എൻ്റെ സ്വയത്തെ അതിനെ മീക്ക്നെസ്സോടെ, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി. ചില സന്ദർഭങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ 2 വർത്താനം പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. നമ്മൾ പറയാനിങ്ങനെ ഓങ്ങുമ്പോൾ ഓർത്തോണം, അടുത്തൊരു ചോട് വലിയൊരു അനുഗ്രഹമായിരുന്നു. നിങ്ങളും ഞാനും അത് നിഷേധിച്ചു. അടുത്തൊരു ഒരു 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 ചോടും കൂടെ എൻ്റെ ഉയർച്ചയായിരുന്നു. പക്ഷേ ഞാനായിട്ടത് പിന്നെയും ഹിൻഡർ ചെയ്തു, അല്ലെങ്കിൽ താമസിപ്പിച്ചു. അനുഗ്രഹം വരും, പക്ഷേ അത് ഹിൻഡർ ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ വായ അവിടെ അടച്ചാൽ, ഓർത്തോ പത്രോസ് യേശുവിനെ രക്ഷകനായി പ്രഖ്യാപിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേക്കും, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് രക്ഷകനാകാൻ സാധിക്കത്തുള്ളൂ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ. ഉടനെ തന്നെ പത്രോസ് പറയുന്നത്, നീ അത് നിൻ്റെ ജീവിതത്തിൽ അത് ഭവിക്കരുത്, നീ മരിക്കരുത്. അപ്പോഴാണ് പത്രോസിനോട് യേശു പറയുന്നത്, പോ പിശാചേ. കാര്യം മരണം, സൗമ്യത, മീക്ക്നെസ്, ഹ്യൂമിലിറ്റി, അതാ കീ ഉയർച്ചയ്ക്ക്. എന്നിട്ടാണ് യേശു പറഞ്ഞ, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെത്താൻ ത്യജിക്കുന്നവൻ, ക്രൂശ് എടുക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ സീറോ ആക്കുന്ന അനുഭവം, മീക്ക്നെസ്. അത് നമ്മൾ തന്നെ വേണം അതിന് മുൻകൈ എടുക്കാൻ. പൗലോസ് പറയുന്ന വൺ തിങ് ഐ ഡു, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവവചനത്തിൽ പറയാം, ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ തൊലി ഉരിയുന്ന പോലെ തോന്നിപ്പോവും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയും, ഇത് അന്യായമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, അതാ യേശുവിൻ്റെ കഷ്ടത. ആ കഷ്ടത യേശു അവിടെ വെച്ചിരിക്കുന്നതാണ്. അതാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 2-ാം അധ്യായം 21. ഫോർ ടു ദിസ് യു വർ കോൾഡ്, ബിക്കോസ് ക്രൈസ്റ്റ് ഓൾസോ സഫേർഡ് ഫോർ അസ്, ലീവിങ് അസ് എൻ എക്സാമ്പിൾ. കഷ്ടത എന്ന് പറയുന്നത് ദാരിദ്ര്യ രോഗമല്ല. ഞാൻ നന്മ ചെയ്തിട്ടും എനിക്ക് അംഗീകാരം കിട്ടാതെ, അല്ലെങ്കിൽ എന്നെ അതിൻ്റെ പുറത്തൂടെ റിബ്യൂക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് സന്തോഷിക്കണം. അതാ യേശു പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് കളവും വ്യാജവുമായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെയേറെ. സൗമ്യത ഈസ് എ കീ. അതാണ് താഴോട്ട് യേശു പറയുന്നത്, ദൈവവചനം പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം, therefore humble under the mighty hand of God that he may exalt you in due time. ഞാൻ താഴുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമേറിയ കരത്തിൻ്റെ കീഴെ താന്നിരിപ്പീൻ, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തും. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത്, കരം എന്ന് പറയുന്നത് എൻ്റെ മേലാക്കി വെച്ചിരിക്കുന്ന അധികാരമാണ്. കുടുംബത്തിൽ അപ്പനും അമ്മമാരെ കുഞ്ഞുങ്ങൾ അനുസരിക്കണം, അത് ദൈവമാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ യജമാനൻ്റെ കീഴെ ജോലി ചെയ്യുന്ന ഞാൻ ആ ഓഫീസിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന യജമാനനാണ്. അവർക്ക് ക്രിസ്തുവിനെന്ന പോലെ നമ്മൾ കീഴ്പ്പെടണം. അവർക്കെതിരെ സംസാരിക്കരുത്. അവർ തരുന്ന ശമ്പളത്തിന് പൂർണ്ണമായി നല്ല ഉത്തരവാദിത്തോടെ ജോലി ചെയ്യണം. അതുപോലെ തന്നെ സർക്കാരിലുള്ള അധികാരങ്ങൾ, ഇതെല്ലാം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് റെസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നും, പക്ഷേ അവിടെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടാൽ, ഭാര്യ ഭർത്താവ് ബന്ധമായിക്കോട്ടെ, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. ചിലർ പറയും എനിക്ക് സഹിക്കാൻ മേലാത്തതിൻ്റെ കാരണം എൻ്റെ അകത്തെ ആ ഈഗോയാണ്. ഗോഡ് വിൽ റെസിസ്റ്റ് ദാറ്റ് ഈഗോ. എന്നാൽ ഞാൻ സൗമ്യതയാകുമ്പോൾ ആ ഒരു ഭാഗം എൻ്റെ ജീവിതത്തിൽ അതിനൊരു മാറ്റമുണ്ടാകാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ ഞാൻ അവകാശമാക്കും. ദൈവത്തിൻ്റെ ശക്തിയുടെ ഭജത്തിൻ്റെ താന്നിരിക്കുക. ദൈവം തക്ക സമയത്ത്. ചിലർ പറയത്തില്ല, ഞാൻ ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. ശരിയാകും. അതാണ് തൊട്ട് താഴത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം ഫോർ ഹി കെയർസ് ഫോർ യു. എന്താണ് എൻ്റെ ഉയർച്ച താമസിക്കുന്നത്? എന്താ ഇത് നടക്കാത്തത്? അതാ പരപ്പുറപ്പും പരാതിയൊന്നും പോകാതെ. കാര്യം എൻ്റെ യേശു എന്നെ കരുതുന്നുള്ള. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കരുതുന്നത് പോലെ
ലോകത്തിൽ വേറെ ആരും നമ്മളെ കരുതത്തില്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നവർ പോലും സമയമാവും നമ്മളെ വിട്ടേച്ചു പോകും. പക്ഷേ കൈവിടാത്തവൻ ഒരിക്കലും, ഞാൻ ഒരു നാളും കൈവിടത്തില്ല. ആ യേശുവിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തേ. ഇന്നത് എനിക്ക് നടന്നില്ല, ഉടനെ ഞാൻ അതെന്നാ നടക്കാത്ത, എനിക്ക് അർഹതപ്പെട്ടതാ കിട്ടാത്തതെന്നാണ്, ഒന്ന് വിട്ടേ. നമ്മളെ ദൈവം ഉയർത്തും, കുപ്പയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുമെന്ന് വാഗ്ദത്തം നിൽക്കുക. അവൻ്റെ ശക്തിയേറിയ ഭുജത്തിന് കീഴിൽ താന്നിരിപ്പി സൗമ്യതയോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡെത്ത് ടു ദ വേൾഡ്, എ ലൈഫ് ഫോർ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവനോടെ. അതാ പൗലോസ് പറയുന്നത്, ഇനിയും ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ. അത് പറയുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന, പ്രാക്ടിക്കൽ അല്ലെന്ന് പറയുമ്പോൾ ഐ ഗ്യാരൻറ്റി ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കിക്കേ. അടിവരയിട്ട് പറയാം, ഭൂമിയെ അവകാശമാക്കും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഉയരത്തിൽ നിങ്ങൾ ചെല്ലും. എന്നിട്ട് താഴോട്ട് പറയാണ്, ബി സോബർ, ബി വിജിലൻറ്റ്, ബിക്കോസ് യുവർ ആഡ്വെർസറി ദ ഡെവിൾ. നിങ്ങൾ ഉണർന്നിരിപ്പി. എന്താ ഉണർന്നിരിക്കണത്? എന്താ? ഈ അഹങ്കാരം കയറാതിരിക്കാൻ. സൗമ്യതയുടെ വിപരീതമായി എന്താ? രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. നോ, അത് വരുമ്പോൾ ഉണർന്ന് അതിനെ ശാസിക്കണം. അന്ന് യേശു പത്രോസിനെ പോ പിശാചേ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് നിങ്ങളും ഞാനും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അകത്ത് വന്ന ഈ വിചാരത്തെ ശാസിക്കുന്നു. ഗെറ്റ് ഔട്ട് യു ഡെവിൾ എന്ന് പറയാൻ ധൈര്യപ്പെടണം. അതിൻ്റെ കാരണം, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെയും മിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ഈഗോയെ വലുതാക്കി നമ്മുടെ മുകളിലുള്ള അധികാരത്തെ റെസിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ. നമുക്ക് ദോഷമൊന്നും വരുത്തില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തടസ്സവും പ്രയാസവും നമ്മൾ മാനസികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ ഇരിക്കും. അതിൻ്റെ 9ാമത്തെ വാക്യം പറയാം, റെസിസ്റ്റ് ഹിം സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത് നോയിങ് ദാറ്റ് ദ സെയിം സഫറിങ് എക്സ്പീരിയൻസ്ഡ് ബൈ യുവർ ബ്രദർഹുഡ് ദാറ്റ് വുഡ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ, വിശ്വാസത്താൽ. എന്താ വിശ്വാസം? യേശു എന്നെക്കുറിച്ച് കരുതുന്നുണ്ട്, യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനിത് വലിയ ആൾ കളിക്കാതെ തന്നെ എന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തും. ഞാൻ എന്ന് പറയുന്നത് വിട്ടിട്ട് ഞാനാകുന്നുവെന്നിൽ നിന്ന് ആശ്രയിച്ചേ. പത്രോസ് ഇത് എഴുതാൻ കാരണമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒന്ന്, താൻ ഇത് ചെയ്യരുത്, മരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പോ പിശാചേ എന്ന് യേശുവിൻ്റെ വായിന്ന് കേട്ടതാണ്. പിന്നെയും മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോ പത്രോസേ, നീ ഈ പറയുന്ന ഞാൻ നിൽക്കത്തില്ല നിൻ്റെ കൂടെ, നീ ഫെയിൽ ചെയ്യും. ഈ കോഴി കൂവുന്ന മുമ്പേ 3 പ്രാവശ്യം കൂവുന്ന മുമ്പ് നീ എന്നെ നിഷേധിക്കും. ഈ പറയുന്ന ഞാൻ സ്ട്രോങ് ആണെന്ന് പറയുന്നില്ലേ, അത് നടക്കത്തില്ല. ആ ബലഹീനത അഥവാ ആ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ഫോർ എവറിത്തിങ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സൗമ്യത വരുന്നത്. പൗലോസ് പറയുന്നു, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, ടു ബി ഷോർട്ട്, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് സൗമ്യതയായിക്കേ, ശാന്തരായിക്കേ, റിയാക്ട് ചെയ്യാതെ കർത്താവായ യേശു ക്രിസ്തുവിലൊന്ന് വിശ്വസിച്ച് എൻ്റെ എല്ലാ കാര്യം കർത്താവ് ചെയ്യും. ഞാനായിട്ട് കളിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഇന്ന് പകൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതാ, കർത്താവെ അങ്ങയുടെ മനസ്സെനിക്ക് തരണം, ആ സൗമ്യനാകുവാൻ. ആ എടുത്തുചാട്ടം, അസൂയ, പിണക്കം, അഹങ്കാരം ഒക്കെ മാറട്ടെ. കർത്താവെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ വാഴണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, അത്ഭുത വഴികൾ തുറക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കണം, വഴികൾ തുറക്കണം. ഇന്ന് മാനസാന്തരപ്പെടുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവ് കൈനീട്ടിയതിനായി സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ മറക്കട്ടെ. റിജോയ്സ്, സന്തോഷിപ്പീൻ എല്ലായ്പ്പോഴും.